ഹായ് എല്ലാവർക്കും നമസ്കാരം. മേധാ വടക്കഞ്ചേരിയാണ്, പാലക്കാട് ലാൻഡ്സിൽ നിന്ന്. ഇന്നൊരു പുതുപുത്തൻ വീടിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഡീറ്റെയിലേക്ക് പോവാം. നല്ല ചേലത്തൊരു വീടാണ് ഇത്. ഈ ചേലിനൊപ്പം തന്നെ അത്യാവശ്യം വാസ്തു നോക്കിയാണ് വീട് കെട്ടിയിട്ടുള്ളത്. കിഴക്കോട്ടാണ് ഇതിൻ്റെ ദർശനം വരുന്നത്. പിന്നെ നമ്മൾ ഈ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീടെത്തുമല്ലോ, വീട്ടിലേക്ക് തിരിച്ച് നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു സമാധാനമാണ് ആഗ്രഹിക്കുക. അതിപ്പോൾ നമ്മളും ആ വീടും തമ്മിലൊരു നല്ലൊരു ബന്ധമൊക്കെ ഉണ്ടാകണം. ആ ബന്ധം എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ വീട്ടിലിപ്പോൾ ഒറ്റയ്ക്കാണ് ഇരിക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ സന്തോഷം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകും. അതേപോലെ നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരിക്കും. അവിടെ ഇരുന്ന് ഒരു പേപ്പറൊക്കെ വായിക്കുകയോ അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യും. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഒറ്റയ്ക്ക് സംസാരിക്കുക എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ സംസാരിക്കില്ല, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വീടായിരിക്കട്ടെ ഇത്. ഓക്കെ, 4 സെൻറ്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത്. 3 ബെഡ്റൂമാണ്, 3ലും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഴുവനായിട്ട് ചെങ്കലിലാണ് ഇത് പണിതിട്ടുള്ളത്. ഓക്കെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ മുമ്പത്തെ വീടുകളിലും ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 4 സൈഡും ചുറ്റുമതിലും വരുന്നുണ്ട്. അതേപോലെ നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള മുറ്റാണ് ഉള്ളത്. കാറ് 2 ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. അതായത് 2 വലിയ കാറൊന്നല്ല, ഒരു വലിയ കാറും ഒരു ചെറിയ കാറൊക്കെ നിർത്താൻ നല്ല സൗകര്യമുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ ഞാൻ ഫ്രണ്ട് ഭാഗമൊക്കെ കുറേ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ ടെക്സ്ചർ വർക്കും പുട്ടി വർക്കും ഒക്കെ. പക്ഷേ ആ കൊടുത്തതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ലൈറ്റ് സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈവനിങ് ടൈമിൽ നല്ല രസമാണ് കാണാൻ, അത്രയ്ക്ക് ഭംഗിയുണ്ട് അത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് പറയുക തന്നെയാണ്, കാരണം ആ ടെക്സ്ചർ വർക്കൊക്കെ ഈ പില്ലറുകളിലൊക്കെ നിങ്ങൾ അത് കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലും ആണ് ബോർവെൽ കണക്ഷൻ വന്നിട്ടുള്ളത്. ഫ്രണ്ടിലെ സൈഡിലായിട്ട് വാസ്തുപ്രകാരം തന്നെ അത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതൊരു വാട്ടർ സോഴ്സ് മെയിനാണല്ലോ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൽ സിറ്റ് ഔട്ട്, ഹാള്, ഡൈനിങ്, ഒരു ബെഡ്റൂം, കിച്ചൺ എന്നിങ്ങനെയാണ് വരുന്നത്. കൂടുതൽ ആർഭാടം ഒന്നും ആക്കാതെ തന്നെ TV യൂണിറ്റ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വാതിലും അതിൻ്റെ കട്ട്ള, പിന്നെ അത് ഫ്രണ്ട് ജനല്, ഇതെല്ലാം തന്നെ തേക്കിൽ തന്നെയാണ്. പിന്നെ ബാക്കി ബെഡ്റൂമിലും ബാത്റൂമിലൊക്കെ റെഡിമെയ്ഡ് ഡോറും, പിന്നെ ഈ ഔട്ടറിൽ വരുന്ന ഡോറുണ്ടല്ലോ, അതായത് കിച്ചണിലും 2 ബാൽക്കണിയിലും 3 ഡോറ് വരുന്നുണ്ട്. അതെല്ലാം സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഫ്ലോർസ് എല്ലാം നിങ്ങളിപ്പോൾ കാണാം, നല്ല വലിയ ടൈലാണ്, വൈറ്റ് കളർ പാനലൊക്കെ കൊടുത്തിട്ടുള്ള ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഡൈനിങ് ഹാളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 8-10 പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹാളിൽ കണ്ട അതേ ടൈൽ ഡിസൈൻ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ സാധാരണ ബെഡ്റൂമുകളിൽ ഒരു കട്ടിലും അലമാരയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഒട്ടും തന്നെ ഇല്ലാതെ ആകും. ഇവിടെ പിന്നെ എല്ലാ ബെഡ്റൂമുകളിലും ഷെൽഫുകൾ പണിതിട്ടുണ്ട്, 3 ബെഡ്റൂമുകളിലും പണിതിട്ടുണ്ട്. പിന്നെ ഒരു നല്ലതായി തോന്നിയ ഒരു കാര്യം, 3 ബെഡ്റൂമുകളിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതായത് 3 ബെഡ്റൂമുകളിലും ഉണ്ട് അത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, പുട്ടി വർക്കും ടെക്സ്ചർ വർക്കൊക്കെ, അതൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണാം. ഇനി നേരെ നമ്മൾ കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോറിൻ്റെ ടൈൽ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. ഒരു വുഡൻ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ചളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രം. പിന്നെ അത്യാവശ്യം വേണ്ട ഷെൽഫ് വർക്കുകളും ഇതിൽ ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ ഡോറ് ഞാൻ തുറന്ന് കാണിച്ചിരുന്നില്ല. ഞാൻ വീഡിയോയുടെ ഇൻഷ്യലിൽ തന്നെ ഞാൻ കാണിച്ചിരുന്നു ആ ഒരു ഭാഗം, ആ സൈഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വുഡും പിന്നെ സ്റ്റീലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണിത്. ഇനി ഇതിൽ കൂടെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് ഈ സൈഡ് കണ്ടോ, ഈ വാളൊക്കെ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്ക് അവർ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അതും ഇടയിലൊന്ന് പറയുകയാണ്. ഇനി നമ്മൾ മുകളിലത്തെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ബെഡ്റൂമും 2 ബാൽക്കണിയാണ് വരുന്നത്. താഴെ കണ്ട ആ ബെഡ്റൂമിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് ഈ 2 ബെഡ്റൂമിനും. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ കൊഴിഞ്ഞാമ്പാറ ടൗണിന് സമീപത്തായിട്ടാണ് ഈ വീട് വരുന്നത്. ഏകദേശം ടൗണിൽ നിന്ന് ഒരു 400 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വീട്ടിലേക്ക് ഉള്ള ദൂരം വരിക. അതുകൊണ്ട് സൗകര്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ടൗൺ ആണല്ലോ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ അടുത്ത് ഉണ്ട്. ചെറിയ ആശുപത്രികളാകട്ടെ, അതേപോലെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന കടകളാകട്ടെ, സ്കൂള്, അങ്ങനെ എല്ലാം തന്നെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീടിന് പറയുന്ന ഒരു വില 46 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ മറക്കണ്ട. അപ്പോൾ താല്പര്യമുള്ളവർ ആ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്